അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി കാണാം കേട്ടോ. രാവിലെ ചായയുടെ കൂടെയാണെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ വീട്ടിലിതാ ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയും കൂടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാതിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് 4 പീസ് ബ്രെഡ് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 4 പീസ് ബ്രെഡ് വെച്ചിട്ട് 8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വിധത്തിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിലേക്ക് ഇനി മസാലയൊക്കെ ആക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ പൊടിഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതാ കളർ മാറ്റിയെടുത്തിട്ടുള്ള ബ്രെഡിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലും ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് ഭാഗത്തു നിന്നൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തോളാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ പീസ് ഈ ഒരു സൈസിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് സവാള കേട്ടോ. അപ്പോൾ ഒരു 3 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് നമ്മൾ ഉള്ളി വടക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ സവാള കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അധികം തടിയില്ലാതെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 5 പീസ് ബ്രെഡ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബ്രെഡിൻ്റെ അളവൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സവാളയും കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് 2 പച്ചമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് 3-ൽ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി മൈദ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയോ കടലപ്പൊടിയോ എടുക്കാം. അപ്പോൾ മൈദ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 3/4 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി സാധാ മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മതിയാവട്ടെ. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു കളറിന് വേണ്ടി മാത്രം മുളക് പൊടി മതി എന്നുണ്ടെങ്കിൽ ഇത്ര അധികം ചേർക്കേണ്ടിയില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ അളവൊന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ഉള്ളി വടയുടെ ആ ഒരു മസാലയ്ക്ക് റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു രീതിക്കാട്ടോ ചെയ്യേണ്ടത്. നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ആദ്യം ഒഴിക്കേണ്ടിയില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉള്ളി വടയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പം ആ ഒരു പാകത്തിന് ഇതൊരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയേ. അപ്പോൾ നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയെടുത്താൽ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ. ഇനി ലൂസാക്കി എടുക്കണ്ട കേട്ടോ, ഈ ഒരു പരുവത്തിൽ മതിയാവേ. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിനല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടുതൽ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം നമ്മളെ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, അതും കൂടിയും ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബ്രെഡിന് ആവശ്യമായിട്ടുള്ള മസാല ഇതാ നമ്മൾ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ലൂസായി പോവാതെ നോക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോയി കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അധികം പൊടി ആവാനും പാടില്ല. നമുക്ക് സവാളയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കാണുന്ന രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ബ്രെഡിൻ്റെ
പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ മസാല ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അധികം ലൂസായി പോകണ്ടെന്ന് പറഞ്ഞത്. അധികം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മസാലയിൽ വെള്ളമല്ലേ കൂടുതലുണ്ടാകാൻ, അപ്പം ബ്രെഡ് ആകെ മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ അത് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മസാല റെഡിയാക്കി എടുത്താൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. ഓയിൽ ചൂടായി വന്നതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നമ്മളെ ബ്രെഡിൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 സൈഡും കളറൊന്ന് മാറ്റിയെടുക്കുന്നവരെ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം വെച്ചിട്ട് ഇതിനങ്ങ് കരിയിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് മുരിയിച്ചെടുക്കുമല്ലോ, ആ ഒരു പാകത്തിന് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ ഇത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചിട്ടെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ആകെ അങ്ങ് കരിഞ്ഞ് പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിയിട്ട് കിട്ടുമേ. നമുക്കിത് കാണുമ്പോൾ ഉള്ളിവടയിലൊക്കെ ആ ഒരു ടേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉള്ളിവട പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ ഇത് കഴിക്കുമ്പോൾ കേട്ടോ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി പറ്റാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡാണല്ലോ ഉള്ളത്. നമ്മൾ ബ്രെഡ് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു പുറം ഭാഗത്ത് മാത്രം കേട്ടോ ഉള്ളിവടയുടെ ആ ഒരു ടേസ്റ്റുള്ള നമ്മൾ ആ ഒരു മസാലയുള്ളൂ. അപ്പോൾ ഉള്ളിൽ ഈ ബ്രെഡും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കടിക്കുന്ന സമയത്ത് വെറഞ്ഞ് നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ കളറൊന്ന് മാറി വന്നതിന് ശേഷം അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. കളർ മാറി വരുമ്പം തന്നെ ഇത് ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വരും. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്താട്ടോ നമ്മൾ വീണ്ടും അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഒരുപാട് സമയം വെക്കും തോറും ഇതിൻ്റെ കളറും മാറും. നമ്മളെ സവാളയൊക്കെ ഒന്ന് കരിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. കരിഞ്ഞു പോവുകയും ചെയ്യും, ആ ഒരു ടേസ്റ്റും നമുക്ക് വരും. അപ്പോൾ ആ ഒരു രീതി കാണില്ല, നമ്മൾ ഉള്ളിവടയുടെ ആ ഒരു കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും കളർ നന്നായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നല്ല ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് സമയം വെക്കുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും, അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ഒക്കെ ആണെങ്കിലും പെട്ടെന്നൊരു 5-10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.